to sum up the way you look at me, babe. Saying it right now, it's a little deeper. Just when I think I can, I love you more than any storm that's coming. Let the sky keep falling. Yeah, the world's got nothing on us. You won't scare me away, so bring on the rain. I love you more than any tide that's turning. Let the sun keep burning. No, it won't be perfect, but on the worst of our days, that's what I mean when I say I love you more. I look into your eyes and my heart starts dancing. Even when we fight, I can't stay mad, 'cause you make me laugh. And to this day it's nothing different. Not that it's a competition, but I love you more than any storm that's coming. Let the sky keep falling. Yeah, the world's got nothing on us. You won't scare me away, so bring on the rain. I love you more than any tide that's turning. Let the sun keep burning. No, it won't be perfect, but on the worst of our days, that's what I mean when I say I love you more. That's what I mean when I say I love you more. Yeah, I love you more. One breath, one smile, the music begins. The world fades around me and silence sets in. Each step I take is a promise I make toward the love that no time could ever break. The aisle is a river and I'm drifting slowly, carried by hope to the heart I know. Eyes locked on yours, steady and true. My whole life has led to this, walking to you. As I walk to you, the world stands still. Hearts are quiet, but mine it thrills. With every step I say I do, not with words, but സ്നേഹവാനായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. വിവാഹം ചെയ്യാൻ പോകുന്ന ഈ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ ദൈവത്തിലേക്ക് പോകുന്ന ഈ ദാസിയെ ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മകൾക്ക് അനുയോജ്യനായ പങ്കാളിയെ തിരഞ്ഞെടുത്തു തന്ന നിന്റെ അനന്തകാരണത്തിന് ഞങ്ങൾ നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. വേർതിരിക്കുന്നവയെ സംയോജിപ്പിക്കുന്നതിനായ ദൈവമേ, ഇസാക്കിനെയും റബാക്കയെയും ആശീർവദിച്ച് തന്റെ അവകാശിയാക്കിയ കർത്താവേ, നിന്റെ ഈ മകളെ സംയോജിച്ച് ആശീർവദിക്കണമേ. സമയം നിർബലവധുവായ സ്വയം സ്വീകരിച്ച വിശുദ്ധാന്തത ഇന്ന് നടക്കാൻ പോകുന്ന ഈ വിവാഹം ആസ്വദിക്കുകയും നിന്റെ പ്രിയപ്പെട്ടവരായ ഇവരെ സമാജത്തിലും മനസ്സമ്മത്തിലും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. പിതാവിനും പരിശുദ്ധ സർവേശ്വര നയിക്കും. തോബിത്തിന്റെ പുസ്തകത്തിലുള്ള വായന 7-ാം അധ്യായം 12 മുതൽ 17 വാക്യങ്ങൾ.
റഘുവേൽ പറഞ്ഞു, ഇപ്പോൾ തന്നെ നിയമപ്രകാരം അവളെ സ്വീകരിച്ചു കൊള്ളുക. നീ അവളുടെ ബന്ധുവാണ്, അവൾ നിനക്ക് സ്വന്തവും. കാരുണ്യവാനായ ദൈവം നിങ്ങൾക്ക് ഇരുവർക്കും ശുഭം വരുത്തട്ടെ. അവൻ പുത്രി സാറായെ കൈക്ക് പിടിച്ച് തോബിയാസിന് ഭാര്യയായി നൽകി കൊണ്ട് പറഞ്ഞു, ഇതാ ഇവളെ മോശയുടെ നിയമം അനുസരിച്ച് സ്വീകരിച്ചു കൊള്ളുക. നിന്റെ പിതാവിന്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോവുക. അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ ഭാര്യ എദ്നായെ വിളിച്ച് ഒരു ചുരുളെടുത്ത് അതിൽ വിവാഹ വാഗ്ദാനം എഴുതി. അവർ അതിൽ തങ്ങളുടെ മുദ്രയും വെച്ചു. അനന്തരം അവൾ ഭക്ഷണം കഴിച്ചു. റഘുവേൽ തന്റെ ഭാര്യ എഗ്ദനായെ വിളിച്ചു പറഞ്ഞു, അടുത്ത മുറി ഒരുക്കി അവളെ അങ്ങോട്ട് നയിക്കുക. അവൾ അങ്ങനെ ചെയ്തു. സാറായെ അങ്ങോട്ട് നയിച്ചു. സാറ കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, ധൈര്യമായിരിക്കുക. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും. ധൈര്യം അവലംബിക്കൂ. നമുക്കെല്ലാവർക്കും ഉചിതമായി നിന്ന് കർത്താവെ, അങ്ങയുടെ ദാസന്മാർ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹമെന്ന ഉദ്ദേശം സ്വീകരിക്കാൻ പോകുന്ന നിന്റെ ദാസിയെ വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടെ കുടുംബജീവിതത്തിൽ ഉറപ്പിച്ചു നിൽക്കുന്നതിനും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിലും വിശ്വസത്തിലും നിർമ്മലമായ ഒരു ജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അപകടങ്ങളിലും വേദനകളിലും പ്രശ്നങ്ങളിലും നിന്ന് ഇവരെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളും വിശുദ്ധന്മാരായ എല്ലാ സ്വർഗവാസികളുടെയും പ്രത്യേകമായ ഞങ്ങളുടെ പിതാക്കന്മാരായ മാർത്തോമാസ്ലിഹായുടെയും പ്രാർത്ഥനാ സഹായം ഇവർക്ക് വേണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ കുടുംബത്തിൽ ഇവർ വിജയം ഭരിക്കുവാൻ നിന്റെ പരിശുദ്ധ ആത്മാവിനെ ഇവരിലേക്ക് അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Not trying to be in there, not trying to be cool, just trying to be in this. Tell me how you do. Can you feel where the wind is? Can you feel it through all of the windows inside this room? 'Cause I wanna touch you, baby, and I wanna feel you too. I wanna see the sunrise and your sins, just me and you. Light it up on the run. Let's make love tonight. Make it up, fall in love twice. But you never be alone. I'll be with you from dusk till dawn. I'll be with you from dusk till dawn. Baby, I'm right here. I want you when things go wrong. I'll be with you from dusk till dawn. I'll be with you from dusk till dawn. Baby, I'm right here. I'm with you from dusk till dawn. Baby, I'm right here. We were shut like a jacket, so do yours. We would roll down the rapids to find a wave that fits. Can you feel where the wind is? Can you feel it through all of the windows inside this room? 'Cause I wanna touch you, baby. I wanna feel you too. I wanna see the sunrise and your sins, just me and you. Light it up on the run. Let's make love tonight. Make it up, fall in love twice. But you'll never be alone. I'll be with you from dusk till
It's only you that can stop it. Go give love to your body. It's only you that can stop it. Go give love to your body. It's only you that can stop it. Go give love to your body. Go give love to your body. But you'll never be alone. I'll be with you from dusk till dawn. I'll be with you from dusk till dawn. Baby, I want you when things go wrong. കർത്താവരുളിയ കൽപ്പന ഒരുമയൊടി ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെന്നും ശാന്തി അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെന്നും മധ്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം നാഥാങ്ങേ നാമം പൂജിതമാകണമേ. രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താരാനി സ്തുതികൻ നിസ്തുലമഹിമാവാ. ഓ സ്വർഗങ്ങളിൽ സദാ
പാവനമായി വന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ ആമോദം. പരിശുദ്ധൻ നീയെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിന്നിടമിവിടെ ഭവിക്കണമേ. സ്വർഗത്തിനതുപോലുലകി നിൻചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പോക്കുമ്പോൾ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടഭാഗ്യതയും അന്യകരഞ്ഞു പോകണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കാൻ ഈ ദാസരങ്ങൾ വിളിച്ചല്ലോ. സ്വർഗീയവരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം നിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗ്രഹിക്കും. എല്ലാ തലമുറകളും നിന്റെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിന്റെ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾക്ക് മേശയ്ക്കും സൈത്തുമുളകൾ പോലെ ആയിരിക്കും. കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സ്വീകരിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഹോസ്ലൈനിന്റെ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം നിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാവുന്നു. എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുകയില്ല. നരുൾചിതം ഈശോ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ.
കർത്താവേ സ്തുതി ഞങ്ങൾ പാടുന്നു. മധ്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സർവേശാ പരിപാലനാം ബലവാനേ, പരിപാലനാം അമർത്യനേ, കാരുണ്യം ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തുവിധം എന്നോട് എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കണ്ണു കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരനെ, വിശുദ്ധ പത്രോസ്ലിഹ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കുന്നു. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായി പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം നിങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറാബ്രാധെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സാമോദം നാം പാടിടാം, ഹല്ലേലൂയ പാടിടാം. മധുരിതമാശയ സുഗന്ധൻ മാനസമലരിൽ നിറയുന്നു, മാനസമലരിൽ നിറയുന്നു. സാമോദം നാം പാടിടാം, ഹല്ലേലൂയ പാടിടാം. സമാധാനം നിങ്ങളോടുകൂടെ. മർക്കോസ് അറിയിച്ച കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഫരിസേയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഈശോ അവരോട് മറുപടി പറഞ്ഞു,
മൂശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കാൻ മൂശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ക്രിസ്റ്റോ എമിൽഡ, വിവാഹ ജീവിതത്തിൻ്റെ കാതലിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വിശ്വാസം, ആ വിശ്വാസത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് ഇന്ന് തീരുമാനമെടുത്ത് പരസ്പരം സമർപ്പിക്കുന്ന ഒരു ദിവസമാണ്. തിരുസഭ ഏറ്റവും സ്നേഹത്തോടു കൂടി, ഒത്തിരി സന്തോഷത്തോടു കൂടി ഈ വിവാഹമെന്ന ഈ കൂദാശയെ ആഘോഷിക്കുകയാണ്. ഇത് തിരുസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഘോഷമാണ്. നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ആഘോഷമാകേണ്ടതാണ്. ഇത് ആഘോഷമായിരിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടു. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? ഇതൊരിക്കലും ഉപേക്ഷിക്കപ്പെടാനായിട്ട് ദൈവം സൃഷ്ടിച്ചതല്ല, മറിച്ച് നിത്യം നിലനിൽക്കേണ്ട ഒന്നാണ്. എന്നാൽ വിശുദ്ധ സുവിശേഷത്തിൽ ചോദിക്കുന്നുണ്ട്, മോശ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൽപ്പന നൽകി, ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന ഒരു കൽപ്പന നൽകിയത് എന്തുകൊണ്ടാണ്? അവിടെ പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ്. നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ട്, ഹൃദയ കാഠിന്യം മൂലം പരസ്പരം ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നത് കൊണ്ടാണ്. എന്നാൽ തിരുസഭയുടെ ആഗ്രഹം, ഈശോയുടെ ആഗ്രഹം ഇതല്ല. ഹൃദയ നൈർമല്യം കൊണ്ട്, മാംസലമായ ഒരു ഹൃദയം കൊണ്ട്, സ്നേഹത്താൽ നിർഭരരായ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിക്കുന്നത് അതൊരിക്കലും ഉപേക്ഷിക്കാനായിട്ടുള്ളതല്ല, നിത്യം നിലനിൽക്കേണ്ടതാണ്. ആ നിലനിൽപ്പ് മരണം മൂലം നമ്മൾ വേർപെട്ട് ഈശോയിൽ എത്തുന്നതിന് ശേഷവും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് എന്നും നിലനിൽക്കേണ്ട, ആ സ്നേഹത്തിലേക്ക് ലയിക്കുന്ന ഒരു അനുഭവമാണത്. ഇവിടെ പുരുഷനും സ്ത്രീയും ആയി സൃഷ്ടിക്കുകയും അവർ പരസ്പരം, പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യുന്നു. അങ്ങനെ പരസ്പരം ഒരു വിട്ടുകൊടുക്കലിൻ്റെ ഒരു ആഘോഷമാണിത്. അപ്പൊ ദൈവം തന്നെയായ സ്നേഹത്തിന്റെ പൂർണ്ണതയായ ദൈവത്തിലേക്ക് സ്നേഹത്തിലൂടെ പരസ്പരം സമർപ്പിച്ചുകൊണ്ട്, വിട്ടുകൊടുത്തുകൊണ്ട് ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാമെന്ന്, അങ്ങനെ ജീവിച്ചു കൊള്ളാമെന്ന് ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് നിന്നുകൊണ്ട് ആ സ്നേഹത്തിന്റെ ഉൾക്കാഴ്ചയിലേക്ക്, ആ സ്നേഹത്തിന്റെ വിളിയിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരു ദിവസമാണിന്ന്. അതുകൊണ്ടാണ് അപ്പൊ തിരുസഭയെ സംബന്ധിച്ചിടത്തോളം ആ നിത്യതയിലേക്ക്, അനന്തമായിട്ടുള്ള ജീവിതത്തിലേക്ക്, നിത്യതയിലേക്ക് നമ്മളെ തന്നെ എത്തിക്കുക എന്നുള്ള ആ കർത്തവ്യത്തിലേക്ക് തിരുസഭ നമ്മളെ പ്രേരിപ്പിക്കുന്നു, നമ്മളെ വിളിക്കുന്നു. അതിന് പ്രത്യുത്തരം കൊടുത്തുകൊണ്ട് സന്തോഷത്തോടു കൂടി നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം സമർപ്പിക്കുന്നു. ആ സമർപ്പണം കണ്ടുകൊണ്ടാണ് തിരുസഭ ഇത് സന്തോഷിക്കുക, ആഘോഷിക്കുന്നത്. ഇന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, എമിൽഡ ആയിക്കോട്ടെ, ക്രിസ്റ്റോ ആയിക്കോട്ടെ, ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ചിന്തയിലേക്ക് വരുന്നത് എന്താണ്? എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ കുറവുകളിലും പോരായ്മകളിലും എല്ലാം എന്നെ കുറ്റപ്പെടുത്താതെ എന്നോട് ചേർന്ന് നിൽക്കുന്ന, എൻ്റെ പോരായ്മകളും കഴിവില്ലായ്മകളിലും എല്ലാം എന്നെ സഹായിക്കുന്ന, എപ്പോഴും എന്നോട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലേ? ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കണം ആര്? എൻ്റെ ജീവിത പങ്കാളി. സാധാരണ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ചിന്ത അതാണ്.
ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ സമർപ്പണത്തിൽ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ലാഭനഷ്ട കണക്കുകളല്ല, എനിക്ക് എന്ത് ലഭിക്കുമെന്നുള്ള ചിന്തയല്ല, എനിക്ക് എന്ത് നൽകാൻ സാധിക്കും എന്നുള്ള ചിന്തയാണ് ഇവിടെ വലുത്. യഥാർത്ഥ സ്നേഹത്തിൻ്റെ കാതല് അതാണ്. എനിക്ക് മറ്റുള്ളവന് എന്ത് നൽകാൻ സാധിക്കും, എനിക്ക് എന്ത് ലഭിക്കുമെന്നുള്ളതല്ല. അതുകൊണ്ട് എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ കുറവുകളും പോരായ്മകളും എല്ലാം എന്നോട് കൂടിയായിരിക്കുന്ന, എന്നെ കുറ്റപ്പെടുത്താതെ എന്നോട് കൂടിയായിരിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് വേണം എന്നുള്ളതല്ല. അങ്ങനെ ഒരു വ്യക്തി ഞാനായി തീരണം. ക്രിസ്റ്റോയ്ക്ക് എമിൽഡയും, എമിൽഡയ്ക്ക് ക്രിസ്റ്റോയുമായി തീരണം. ആ ഒരു വാഗ്ദാനമാണ് നിങ്ങൾ നിറവേറ്റേണ്ടത്. എനിക്കെന്ത് ലഭിക്കും? എന്നെ സ്നേഹിക്കുന്ന, ജീവനുള്ള സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളത് സാധാരണ എല്ലാവരുടെയും ലൗകികമായിട്ടുള്ള ഒരു താല്പര്യമാണ്. പക്ഷേ സ്വയം സമർപ്പിക്കുന്ന, സ്വയം കൊടുക്കുന്ന, സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ആ ഒരു വിളിയാണ് ക്രിസ്തീയ വിവാഹ ജീവിതം. സന്യസ്തരായിട്ടുള്ള ഞങ്ങളും വൈദികരായിട്ടുള്ള ഞങ്ങളും എല്ലാവരും എടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. അതെല്ലാം ഈ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോമിസാണ്. അപ്പം ഇന്ന് വിവാഹം ആഘോഷിക്കുന്ന നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട്, അത് ലാഭനഷ്ട കണക്കുകളിൽ കേന്ദ്രീകൃതമായിട്ടുള്ളതല്ല, എനിക്കെന്ത് ലഭിക്കുമെന്നുള്ളതല്ല, മറിച്ച് എനിക്കെന്ത് നൽകാൻ സാധിക്കും, അവരനെ സ്വർഗത്തിലേക്ക്, സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് അവനെ ജീവന തുല്യം, അവനെ സ്നേഹിക്കുന്ന ആ ഒരു നൽകല്, അതാണ് നിങ്ങൾ സ്വന്തമാക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന വിവാഹിതരായിട്ടുള്ള ഓരോ വ്യക്തികളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കൊടുക്കല് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്ത് കിട്ടുമെന്നുള്ള ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഭാര്യയും ഭർത്താവും പരസ്പരം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കലഹങ്ങളല്ല, പരസ്പരം മനസ്സിലാക്കലുകളും ഒന്നിക്കലും സ്നേഹത്തിന്റെ പൊതുവിലേക്കുള്ള വളർച്ചയും എല്ലാമാണ് ഉണ്ടാവുക. അപ്പം നമ്മിലുള്ള സ്വാർത്ഥ ചിന്തകളെ, ലൗകിക ചിന്തകളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സ്വർഗീയമായിട്ടുള്ള ആ പദ്ധതിക്കനുസരിച്ച്, ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് നമ്മളെ തന്നെ ഇങ്ങനെ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിച്ച് നിങ്ങൾക്കും, സന്യസ്തരായ നിങ്ങൾക്കും, വൈദികരായ നിങ്ങൾക്കും, അല്ലെങ്കിൽ മാമോദിസ സ്വീകരിച്ച് തിരുസഭയിൽ അംഗങ്ങളായിട്ടുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതം പൂർണ്ണതയിലേക്ക് എത്തുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു സമർപ്പണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അത് മറ്റുള്ളവൻ പൂർണ്ണതയിൽ എത്തുന്നതുകൊണ്ടല്ല, മറിച്ച് അവൻ എങ്ങനെയായിരുന്നാലും അവൻ്റെ കുറവുകൾ, പോരായ്മകൾ, പരാജയങ്ങൾ, അവനുള്ളിലുള്ള എല്ലാ കൊള്ളരുതായ്മയും എല്ലാം മനസ്സിലാക്കുന്ന സമയത്തും ഞാൻ അവന് എന്നെ തന്നെ കൊടുക്കുവാൻ തയ്യാറാണ് എന്നുള്ള ചിന്ത, അതാണ് നിങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരു കൊടുക്കലിന് നിങ്ങൾ തയ്യാറായിട്ട് ഈ ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ സ്വയം സമർപ്പിക്കുന്നത് കൊണ്ടാണ് ഈ വിവാഹത്തെ തിരുസഭ ഏറ്റവും ആഘോഷമാക്കുന്നതും ആഘോഷമായിട്ട് സന്തോഷത്തോടുകൂടി അതിനെ ആഘോഷിക്കുന്നതും. അപ്പൊ ഈ ഒരു ആഘോഷം, തിരുസഭയുടെ ഈ ആഘോഷം എന്നും നിലനിൽക്കേണ്ടതാണ്. നിങ്ങൾ എത്ര നാളും ഒന്നിച്ച് ജീവിക്കുന്നോ മരണം വരെ, ആ മരണം വരെ ഈ ആഘോഷം, തിരുസഭയുടെ ഒരു ആഘോഷം എന്ന് മുമ്പോട്ട് പൂർണ്ണതയിലേക്ക് എത്തേണ്ടതാണ്. അതിന് ഉത്തരവാദികൾ നിങ്ങൾ രണ്ടുമായിരിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ സത്യം, ഈ തത്വം നമ്മൾ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് വിവാഹം കഴിഞ്ഞ് 1-2 ദിവസങ്ങളോ അല്ലെങ്കിൽ അന്ന് തന്നെയോ വിവാഹമോചനം തേടി പോകുന്ന വ്യക്തികളെ നമ്മൾ കാണുക. ഇങ്ങനെ സമർപ്പിക്കുവാൻ തയ്യാറാകാത്തവര്, വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തവര്. അതുകൊണ്ട് ഇന്ന് മുതൽ മരണം വരെ നിങ്ങൾ ഈ എടുക്കുന്ന ദൗത്യം, ഈ പ്രോമിസ് നിലനിൽക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം ദൈവമാണ് ഇങ്ങനെയൊരു സത്യത്തിലേക്ക്, നിത്യതയിലേക്ക് നിങ്ങളെ വിളിക്കുക. ആ ദൈവം തന്നെയാണ് ഇതിനു വേണ്ടുന്ന ശക്തിയും ബലവും എല്ലാം നമുക്ക് തരുന്നതും. അത് കണ്ടെത്തേണ്ടത് പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥനയിലൂടെ ഈ ദൈവകൃപ കണ്ടെത്തി, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം ആരംഭിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്ന് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. നിങ്ങളുടെ ആന്തരികമായ സന്തോഷത്തിന് ഈ ജീവിത മാതൃക തിരഞ്ഞെടുത്താൽ ഒരു കുറവുകളും ഉണ്ടാകത്തില്ല. ലോകത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് വരാം, പക്ഷേ ആത്മീയമായിട്ടുള്ള, ആന്തരികമായിട്ടുള്ള
ഈ പൂർണ്ണത അതാണ് നിങ്ങളെ എന്നും നിത്യസത്യത്തിലേക്ക്, നിത്യതയിലേക്ക് അടുപ്പിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ തുടരുവാൻ ഉള്ള ശക്തിയും ബലവുമെല്ലാം ദൈവത്തിൽ നിന്നും വിശുദ്ധ കുർബാനയുടെ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക, യാചിക്കുക. അതിനു വേണ്ടുന്ന കുറച്ച് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുക. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹം എന്ന കുദാശ വഴി ബന്ധിതരാകുന്നവർക്ക് വേണ്ടി കർത്താവേ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാളം പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലതയും ക്ഷണിക്കുന്ന മിശിഹായി നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായി പരസ്പര വിശ്വസ്തയോടും ചരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായി നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരനെ, ഈ വധൂവരന്മാർ വിവാഹം എന്ന കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങൾ അങ്ങയുടെ ഈ ദാസരെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ശരീരങ്ങൾ സ്ത്രീധനമായി നിനക്ക് ലഭിപ്പാൻ സ്വയമേവും കുരിശിൽ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ എമിലിയ ജോയിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? എമിലിയ ജോയ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ക്രിസ്തോ ജോസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് പിടിക്കുകയും എബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.
കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കാനും ഇതിൽ മുദ്രിതരായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശുദ്ധതയുടെയും അടയാളമായി ഇരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. ജനമണവാട്ടിയായ പരിശുദ്ധ സഭയെ മൗത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച സ്വർഗത്തിൽ മൗത്വത്തിൻ്റെ വസ്ത്രമണിയാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലവലിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷണവുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും
അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. കുടുംബത്തിൽ പതിനുയരുന്നു, സഭവിജയത്തിൽ കൊലുമുറിയണിയുന്നു. നവദമ്പതിമാരെ ഭാവുകമരുളുന്നു, മഞ്ജുളവാണികളാ മംഗളമരുളുന്നു. മംഗളമരുളുന്നു കുടുംബത്തിൽ പതിനുയരുന്നു, തിരുസഭവിജയത്തിൽ കൊലുമുറിയണിയുന്നു. അവനീരുന്നതമാം അമ്പരവീതികളും മംഗളവീതികളിൽ മുങ്ങി വിളങ്ങുന്നു. മുങ്ങി വിളങ്ങുന്നു കുടുംബത്തിൽ പതിനുയരുന്നു, തിരുസഭവിജയത്തിൽ കൊലുമുറിയണിയുന്നു. പങ്കുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും എഴുതാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലങ്കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. എബ്രാത്തെയും സാരയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്താൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും തിരുകുടുംബത്തിൻ്റെയും നായകനായ മാർ യോസേഫിൻ്റെയും മാധ്യസ്ഥം ഇവിടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകലവിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. വിശ്വായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ
വിശുദ്ധവും പ്രീകരവുമായ സജീവ ബലിയായ ദൈവത്തിന് സമർപ്പിക്കാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്ത് സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കാൻ നിങ്ങളെ യോഗ്യരാക്കട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. The love and the lies, the calm and the chaos. Adventure is waiting, dreams for the taking. It's all in view. The tension and ease, the wild and free. The moment is waiting, dreams for the taking. It's all in view. Everything is beautiful. Everything is beautiful. Lost in the wonder, caught up in colors that I've never seen before. Everything is beautiful. Everything is beautiful. The highs and the lows, the places we go. Adventure is waiting, dreams for the taking. It's all right here. The triumph and tears, the facing of fear. Adventure is calling, everything you wanted. It's all right here. Everything is beautiful. Everything is beautiful. Lost in the wonder, caught up in colors that I've never seen before. Everything is beautiful. 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 Lost in the wonder, caught up in colors that I've never seen before. Everything is beautiful. Everything is beautiful. Everything is Everything is beautiful. Everything is beautiful. Everything is beautiful. I've been waiting for this moment for so long.
answered prayer, I know you are the one. I give to you my heart and soul, with a love that will never grow old. In my life I can see that you were made for me. You'll be there to catch me if I fall. All the days I have prayed, and the love that I have saved, with this ring. Marriage is a fusion of two hearts, a harmony of two souls, and the union of two families. It's an eternal commitment two people make to believe in and understand each other. Dear ones, we welcome to the beautiful ceremony. ദേവാലയത്തിൽ അനുഗ്രഹീതമായ ചടങ്ങുകൾക്ക് ശേഷം വധുവരന്മാർ ഹാളിലേക്ക് എത്തിച്ചേരുകയാണ്. നമുക്കെല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അവരെ സ്വാഗതം ചെയ്യാം. Welcome to them and a hearty congratulations from all of us. As we start together this new journey in life, we pray to God that may never come to take your hands apart. Before we begin our function, let me introduce myself. My name is Emre Thomas. ഇവരെ രണ്ടുപേരെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇവരെ ഒന്ന് ഒഫീഷ്യലായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. Our groom, Christo Jose, completed his studies from Mar Augustinus College, Ramapuram, and now he wants to work software engineering IPS. Our beautiful bride, Emilda Joy, completed her studies from Government Engineering College, Bankton Hill, Thiruvananthapuram, and she works in embedded engineering science. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഈ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവരുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമാണ്. അവരെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Let us now invite the family of the bride, her father Mr. Joy Matthew, her mother Mr. Molly Joy to the stage. I also request her sibling to come to the stage. Doma Chechi and Cherry Chetai, Delna Chechi and Abhi Chetai, and her sister Anna Chechi. I wanna live like no tomorrow and never think about yesterday, 'cause we could live without the sorrow. It's just perspective anyway. Even impossible is positive, 'cause it has the word possible in it. And the unthinkable is thinkable if you think for a minute. And even untrustable is trustable if you put trust in it, yeah. So put your trust in it, yeah. The best is yet to come. Don't worry about a thing. Whenever you feel down, don't let the troubles in. The sun is gonna come. Don't worry about the rain. Let's sit here for a while and watch it go away. And just take it easy. Let's take it easy and let the breeze in. Just take it easy. Don't really worry about the future, 'cause I will get there anyway. And it's okay to be a loser. It's how you face it anyway. Even impossible is positive, 'cause it has the word possible in it. And the unthinkable is thinkable if you think for a minute. And the unlovable is lovable if you put your heart in it, yeah. So put your heart in it, yeah. The best is yet to come. Don't worry about a thing. Whenever you feel down, don't let the troubles in. The sun is gonna come. Don't worry about the rain. Let's sit here for a while and
to the sunset, throwing dreams against the wall. I know none of them are stuck yet, but I bet it on you, honey. Oh, I would risk it all. These days, these nights, I'm changing. My mind is set on you. I'm not afraid to say it's true. Oh, I hope you know I will carry you on, whether it's tonight or 55 years down the road. Oh, I know there's so many ways that this could go. Don't want you to wonder, darling, I need you to know, in this and every life, I choose us every time. We were California dreaming, our whole life fit in that car. Didn't have a bed to sleep in, we kept each other warm under a ceiling full of stars. These days, these nights, changing. My mind set on you. I'm not afraid to say I do. Boy, I hope you know I will carry you on, whether it's tonight or 55 years down the road. Oh, I know there's so many ways that this could go. Don't want you to wonder, darling, I need you to know, in this and every life, I choose us every time. It's kind of funny how life can change, can flip 180 in a matter of days. Sometimes love works in mysterious ways. One day you wake up, gone without a trace. I refuse to give up, I refuse to give in. Now, you're my everything. I don't wanna give up, I don't wanna give in. So everybody sing. One love for the mother's pride, one love for the times we cried, one love, gotta stay alive. I will survive. One love for the city streets, one love for the hip hop beats, one love. Oh, I do believe one love is all we need. Late at night, I'm still wide awake. Think this is far more than I can take. I thought my heart could never break. Now I know that's one big mistake. I refuse to give up, I refuse to give in. You're my everything. I don't wanna give up, I don't wanna give in. No, no, everybody sing. One love for the mother's pride, one love for the times we cried, one love, gotta stay alive. I will survive. One love for the city streets, one love for the hip hop beats, one love. Oh, I do believe one love is all we need. That's right. Baby, just love me, love me, love me. Baby, just hold me, hold me, hold me. Oh, love me, love me, love me. Oh, yeah. One love, baby, just love me, love me, love me. Baby, just hold me, hold me, hold me. Oh, love me, love me, love me. Oh. One love for the mother's pride, one love
will survive. One love for the city streets. One love for the hip hop beats. One love. Oh, I do believe one love is all we need. One love for the mother's pride. One love for the times we cried. One love, gotta stay alive. Oh yeah, I will survive. One love for the city streets. One love for the hip hop beats. One love. Oh, I do believe one love is all we need. So unexpected, out of the blue, the day that I looked up and somehow found you. We talked for hours till they seemed like days. I couldn't wait to meet you face to face. Then I picked you up, we went for a drive. And darling, that night my heart came alive. Right then I knew that the right one was there. Broke down my walls to start trusting and care. Behind your eyes, deep in your heart, my past left behind to make a new start. I thank the Lord for the love that we've got, forever and always, no matter what. Then a couple weeks later, I got introduced to parts of my heart that I never knew. A cute little princess and sweet baby boy. Never in my life have I felt such joy. Now I sit here smiling every night, thanking the Lord for this beautiful life. Whoa, and right then I knew that the right one was there. Broke down my walls to start trusting and care. You made me a father, and I'm proud to be another to love them the way that they need. And I thank the Lord for the love that we've got, forever and always, no matter what. No matter what. Baby, this is what you came for. Lightning strikes every time she moves, and everybody's watching her, but she's looking at you.
for. Lightning strikes every time she moves. This is what you came for. Lightning strikes every time she moves. And everybody's watching her, but she's looking at എല്ലാ പരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കേണ്ട. ചെന്താമരപ്പൂവിൻ കണ്ണല്ലേ ഞാവലിൻ കാനിരച്ചുണ്ടല്ലേ അമ്പിളി ചൊപ്പണി തൂമുഖമല്ലേ തുമ്പപ്പല്ലല്ലേ വാർക്കുണ്ടലുമേഘച്ചേലല്ലേ മാരണി മാതക പൂവല്ലേ ചന്ദനം രാഗിയം നെയ്യഴകല്ലേ എണ്ണച്ചോടല്ലേ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പിംഗ് കറങ്ങി അങ്ങനത്തെ സാധനം കുറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാട്ടിൽ പറ്റും. നോക്കി സാർ fantasy gets closer, looking out on my rocket ship as I fly away, away. All the bad guys out of sight, got my army by my side. Faster than the speed of light, we fly away, away. From a constellation where I'm a superhero, like I'm in an life is full of color and beautiful people who make our world magical and light up. Beautiful people, they call it supernatural and light up. To the west, passing by a shooting star down to the earth. We are heroes of our time, maybe of a different kind. No one can change our mind. We don't run away, away from a constellation
സങ്കീർത്തനങ്ങൾ 90-ാം അധ്യായം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്ന് മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തന്റെ തുവാരുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകൾ കീഴിൽ നിന്ന് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയവും ആയിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രങ്ങളെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശങ്ങളെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത് വശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരർത്ഥം സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം തന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കുവാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിന്റെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും. അവൻ സ്നേഹത്തിന്റെ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നു കൊണ്ട് അവൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവനിൽ കാണിച്ചു കൊടുക്കും. Everything is elegant, colorful and porcelain. We'll never feel this way